എന്ന് തന്നെ പറയാം. വായിച്ചു കേൾക്കണ്ടേ? വിളക്കിൽ മണ്ണെണ്ണയില്ല. ഞാൻ പോയി കുറെ മണ്ണെണ്ണ സമ്പാദിച്ചു വരട്ടെ. വീട് സൂക്ഷിച്ചു. നന്നായി. ഞങ്ങൾക്ക് ഒരാൾ കൂടി വേണം ചീട്ട് കളിക്കാൻ. എനിക്ക് ശേലം മണ്ണെണ്ണ വേണം. വരും. വയറിനെന്ത് പറ്റി? ഓയ് സാറേ, ചെറിയ പരിക്കണ്ണി ഒരു പോക്ക് പോയി. തടിയൻ കണ്ണടച്ചാൽ ഭാർഗവി, കണ്ണ് തുറന്നാൽ അമ്മാവന്റെ ചോരക്കണ്ണുകൾ. തടിയന് തീറ്റയില്ല, ഉറക്കവുമില്ല. എടോ, നൂലന്റെ അമ്മാവന് ഇന്ന് വരെ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ വേണ്ട മകളുണ്ടാകാൻ. സാറിനെ ദൈവം രക്ഷിക്കട്ടെ സാറേ. ഈ അസമയത്ത് പോകണ്ട. ഇല്ല, എനിക്ക് പോയിട്ട് വലിയ അത്യാവശ്യമുണ്ട്. കഥ എഴുതി തീരാറായപ്പോ വിളക്കിൽ എണ്ണ തീർന്നുപോയി. കഥ ഞങ്ങൾക്കും കേൾക്കണം. പത്രത്തിൽ വായിക്കാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഈ നീല വെളിച്ചത്തിന് നന്ദി. നിന്റെ കഥ കേൾക്കാൻ നിനക്കല്പം തിടുക്കമുണ്ടല്ലേ? എഴുതാൻ ഇനിയും കുറച്ച് ബാക്കിയുണ്ട്. അത് ഞാൻ അവസാനം പറഞ്ഞു കേൾപ്പിക്കാം. കുറെ അധികം വർഷങ്ങൾ നാം പിറകോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഒരു ചന്ദ്രോദയം ഇന്നലത്തെയോ നാളത്തെയോ അല്ല, സമയകാലങ്ങളെ പിന്നിട്ട് ഇന്നലെയുടെ അനന്തകോടി യുഗങ്ങളിൽ ലയിച്ചു പോയ കുറേയധികം ജനനമരണങ്ങളും കണ്ണുനീരും പുഞ്ചിരിയും പിന്നിട്ട്, മേഘങ്ങളുടെ ഘോരഗർജനങ്ങളും ഇടിവാളിന്റെ ഉഗ്രമായ തിളക്കങ്ങളും പിന്നിട്ട്, പേമാരിയും കൊടുങ്കാറ്റും പിന്നിട്ട്, ശാപഗ്രസ്തവും അനുഗ്രഹീതവുമായ ആയിരം ദിനരാത്രങ്ങളെ പിന്നിട്ട്, എന്നത്തെയും പോലെ പ്രശാന്ത സുന്ദരമായി തുവള്ളപ്പൊടിയുടെ പരിപൂർണ വൃത്തമായി ഉദിച്ചു പൊന്തുകയായി ഒരു പൂർണ്ണചന്ദ്രൻ. സുരഭിലമായ കുളിർനിലാവൊളിയിൽ മുങ്ങി ഭാർഗവീ നിലയത്തിലെ പൂങ്കാവനം രൂപരഹിതമായ കിനാവിൽ മുഴുകിക്കൊണ്ടിരുന്നപ്പോൾ അദ്ഭുതാനന്ദത്തോടെ ഒരു ഗാനപ്രവാഹം ഭാർഗവിയുടെ ഹൃദയത്തിലേക്ക് ഇരമ്പിപ്പാഞ്ഞു വന്നു. ആ ഗാനപ്രവാഹത്തിൽ ലയിച്ച് ഭാർഗവി നൃത്തം ചെയ്തു പോയി. അതിന്റെ ഉറവിടത്തിലേക്ക് അവളുടെ ഹൃദയം കുതിച്ചു.
നാദബ്രഹ്മത്തിന്റെ അനുഗ്രഹീത വീചികളെ, എവിടെ എവിടെ നിങ്ങളുടെ ഉറവിടം?